Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും പോകുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഷവോമിന്റെ ഒരു Mi Pocket ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് വേർഷൻ 2 ആണ്. Mi Pocket Speaker 2 എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഷവോമിന്റെ ഒരു വളരെ കോമ്പാക്റ്റ് ആയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡിവൈസ് അൺബോക്സ് ചെയ്യാനാണ് പോകുന്നത്. അൺബോക്സ് ചെയ്തതിനു ശേഷം ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ വളരെ ചെറിയൊരു ബോക്സ് പാക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡയമെൻഷൻസ് എല്ലാം വരുന്നുണ്ട്. 1500 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. വളരെ കോമ്പാക്റ്റ് ആയ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1200 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. USB ചാർജിങ് ആണ്. 7 hours ഓഫ് പ്ലേ ബാക്കാണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. വളരെ കോമ്പാക്റ്റ് ആയ പ്ലേ ബാക്കാണ്, സ്പീക്കറാണ്. ഇത് 2 കളറിലാണ് വരുന്നത്, ബ്ലാക്കും ഗോൾഡ് കളറും വരുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, സ്പീക്കറിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ മേളിൽ നമുക്ക് കാണുന്നത് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ ഇതാണ് ബ്ലൂടൂത്ത് സ്പീക്കർ. അപ്പോൾ ഇതിനകത്തൊരു 2 ലെയർ മെക്കാനിസമാണ്, താഴത്തതും മേളത്തതും. സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കേബിളുമാതിരി ഒരു റബ്ബർ ബീഡിംഗ് ആണ്. അത് നമുക്ക് റിമൂവ് ചെയ്യേണ്ട ഒരു റബ്ബർ ബീഡിംഗ് ആണ്, അതായത് സ്പീക്കർ യൂസ് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വോളിയം അപ്പ് ആൻഡ് ഡൗൺ, അതായത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഇതിങ്ങനെ തിരിക്കുകയാണ് വേണ്ടത്. പവർ ഓൺ ചെയ്യാനും ഇത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇതാണ് ആക്ച്വൽ സ്പീക്കർ ഏരിയ. 5 watt സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു USB ചാർജിങ് സ്ലോട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതായത് സ്പീക്കർ പവർ ഓൺ ചെയ്താലുള്ള ലൈറ്റും കാണുന്നതാണ്. അപ്പോൾ ഇതാണ് സ്പീക്കർ. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു യൂസർ മാനുവലാണ്, എങ്ങനെ കണക്ട് ചെയ്യാന്നൊക്കെ ഉള്ള യൂസർ മാനുവൽ. ചാർജിങ് കേബിളും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ സ്മാർട്ട് ഫോൺ ചാർജിങ് കേബിൾ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ചാർജിങ് ടൈം അറൗണ്ട് 3 hours ആണ് കമ്പനി പറയുന്നത്. കാരണം ഇത് ഫാസ്റ്റ് ചാർജിങ്ങോ അങ്ങനത്തെ ഒന്നുമില്ല. വളരെ ബേസിക് ആയ 1 ampere ചാർജിങ് ആണ്, 5 volt 1 ampere ചാർജിങ് ആണ്. അപ്പോൾ അത് കാരണം തന്നെ ഇതൊരു 3 hours എടുക്കും ചാർജ് ചെയ്യാൻ, ഫുൾ ചാർജ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതൊന്ന് പവർ ചെയ്യാം. പവർ ചെയ്യണമെങ്കിൽ നമുക്കിതൊന്ന് ഈ മോൾ ഭാഗം താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴാണ് പവർ ഓൺ ആവുന്നത്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇത് പവർ ചെയ്യാൻ, പെയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പോക്കോ സ്മാർട്ട് ഫോൺ ഉണ്ട്, നമുക്കിതൊന്ന് പെയർ ചെയ്ത് നോക്കാം. അപ്പോൾ ബ്ലൂടൂത്തിൽ പോവാം. നമുക്ക് ആദ്യം ബ്ലൂടൂത്ത് പോയിട്ട് ബ്ലൂടൂത്ത് കണക്ഷൻസ് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം Mi Pocket സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ ഇത് പെയറിംഗ് മോഡിലാണ്. ജസ്റ്റ് പവർ ഓൺ ചെയ്താൽ തന്നെ പെയറിംഗ് മോഡിലേക്ക് വരും. ഓൾറെഡി കണക്ഷൻ നമ്മൾ സ്മാർട്ട് ഫോണായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് കണക്റ്റും ചെയ്യുന്നതാണ്. അപ്പോൾ Mi Pocket സ്പീക്കറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. അപ്പോൾ പെയർ എന്നുള്ള റിക്വസ്റ്റ് വരികയാണ്. അപ്പോൾ പെയർ ചെയ്യാണ് നമ്മൾ. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയും നമുക്കിവിടെ സൗണ്ട് വോളിയം കാണാം. നമുക്കിന്നൊരു മ്യൂസിക് പ്ലേ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒരു ഡെമോ സോങ് പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ വോളിയം കൂടുകയും ചെയ്യും, കൗണ്ടർ ക്ലോക്ക് വൈസ് തിരിക്കുമ്പോൾ വോളിയം കുറയുകയും ചെയ്യാണ്. നമുക്ക് കാണാം. ഇതാണ് മാക്സിമം വോളിയം. അപ്പോൾ അതായിരുന്നു ഒരു സ്പീക്കറിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് ടെസ്റ്റ്. സൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടാണ്. ഫുൾ വോളിയത്തിൽ കുറച്ചൊരു ഒരു വൈബ്രേഷൻസ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും പ്രൈസ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്തൊരു പോർട്ടബിൾ സ്പീക്കറാണ്. വളരെ ചെറിയ റൂമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പോർട്ടബിൾ സ്പീക്കറാണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് വരുന്നത്, മെറ്റീരിയൽ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൗണ്ട് ഔട്ട്പുട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ചാർജിങ് സ്ലോട്ട് ഉണ്ട്, പിന്നെ ഒരു LED ലൈറ്റും ഉണ്ട്. പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു മിനി ബ്ലൂടൂത്ത് സ്പീക്കർ, അതായത് പോക്കറ്റ് സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. വളരെ കോമ്പാക്റ്റായ സ്പീക്കർ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും കൊണ്ടു നടക്കാവുന്ന ഒരു ആക്സസറിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് പോക്കറ്റ് സ്പീക്കർ എന്ന് പറയുമ്പോൾ തന്നെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും ഒരു ഡയമെൻഷൻസുമാണ് വരുന്നത് Mi Pocket Speaker 2-ന്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് പറഞ്ഞാൽ ഒരു 7 മണിക്കൂറൊക്കെയാണ് മാക്സിമം കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ റിയൽ ടൈമിലൊരു 5 to 6 hours നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിഡ് റേഞ്ചിലൊക്കെ വോളിയം വെച്ച് കഴിഞ്ഞാൽ
നമുക്കൊരു 5-6 hours എങ്ങനെയാണെങ്കിലും ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു മീ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓണും സ്പീക്കർ ടെസ്റ്റുമാണ് നമ്മൾ കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സ്പീക്കർ മേടിക്കാൻ താല്പര്യമുള്ളവർ me.com പോയി മേടിക്കാവുന്നതാണ്. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.